السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നും മൺമറഞ്ഞു പോയവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹു قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. وإذا قيل لهم آمنوا بما أنزل الله. അള്ളാഹു അവതരിപ്പിച്ചതിൽ അഥവാ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ വചനമായ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നവർ പറയും എന്നാണ് അവർ പറയുക. പക്ഷേ വയക്ഫുറൂന ബിമാ വറാഅഹു, അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. വഹുവൽ ഹഖു, യഥാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും അത്, അഥവാ വിശുദ്ധ ഖുർആൻ. അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും സത്യമാക്കണം എന്ന് പറയുന്ന അവരോടൊപ്പമുള്ള വേദഗ്രന്ഥങ്ങളിൽ ശരിവെക്കുന്ന സത്യസന്ദേശമാണത് ഖുർആൻ. പക്ഷേ അവരതിനെ അവിശ്വസിക്കുന്നു. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ, നബിയെ നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്, പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കൂ പ്രവാചകരെ. അവരുടെ പക്കലുള്ള ഗ്രന്ഥം അഥവാ തൗറാത്ത്, വിശുദ്ധ ഖുർആൻ വരുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ വന്നാൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തു? അതിനെ അവിശ്വസിക്കുകയും അവർ കളവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പക്കലുള്ള ഗ്രന്ഥങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫലിമ തഖ്തുലൂന ഖതൽതും അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ ഇൻ കുന്തും മുഅ്മിനീൻ ബിത്തൗറാത്തി, തൗറാത്ത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്നു എങ്കിൽ മുൻപ് പ്രവാചകന്മാരെ നിങ്ങൾ എന്തിനു വധിച്ചു? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വ പിതാക്കന്മാർ, ആബായിഹിം, അവർ റിളാഹും ബിഹി, അവരുടെ പിതാക്കന്മാർ ചെയ്തതിനെ അവർ തൃപ്തിപ്പായി അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരോട് ചോദ്യം. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി സുമ്മ തഖ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി, സ്പഷ്ടമായ തെളിവുകൾ കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നിങ്ങൾ അടുത്തു വരികയുണ്ടായി. എന്നിട്ടോ സുമ്മത്തഖ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ അന്യായമായി കൊണ്ട് വന്നും ളാലിമൂൻ, അന്യായമായി കൊണ്ട് കാളക്കുട്ടിയെ ദൈവമാക്കുകയാണല്ലോ ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാം വന്നു, തൗഹീദിൽ ഏകത്വത്തിൽ വിശ്വസിക്കാൻ കൽപ്പന പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? സുമ്മത്തഖ്തുമുൽ ഇജ്ല ഇലാഹൻ മിൻ ബഅദിഹി മിൻ ബഅദി ദഹാബിഹി ഇലൽ മീഖാത്ത്, മീഖാത്തിലേക്ക് പോയ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിനോട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് അങ്ങനെ പോയ സമയത്ത്
അവരെന്ത് ചെയ്തു? പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന നടത്തുന്ന കാര്യത്തിലേക്ക് അവർ പോയി. ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു? അതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അതിനെ അവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇക്കാര്യപരമായ പരിപാടിയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വൈദ് അഖദിനാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഊ ഖാലൂ സമഅനാ വഅസൈനാ വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം ഖുൽ ബിഅസ മാ യഅ്മുറുകും ബിഹി ഈമാനുക്കും ഇൻ കുന്തും മുഅ്മിനീൻ. വൈദ് അഖദിനാ മീസാഖക്കും, നിങ്ങളോട് നാം കരാർ വാങ്ങുകയും, വറഫഅനാ ഫൗഖക്കും അത്തൂർ, നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ശ്രദ്ധിക്കുക. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നിങ്ങൾക്ക് നാം നൽകിയ സന്ദേശം മുറുകെ പിടിക്കുക. നമ്മുടെ കൽപ്പനകൾ, അത് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഖാലൂ സമീന, അവർ പറഞ്ഞെന്താണ്? അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക എന്നവരോട്. ഖാലൂ അവരോട് പറഞ്ഞു സമീന, ഖാലൂ അവർ പറഞ്ഞു സമീന വഅസൈനാ വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല. വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ശ്രദ്ധയോടെ സന്ദർഭത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഖാലൂ അവർ പറഞ്ഞതെന്ത്? സമീന, ഞങ്ങൾ അതൊക്കെ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. വഅസൈനാ വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം, കേട്ടു പക്ഷേ അനുസരിക്കേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞത് ഖാലൂ, അവർ പറഞ്ഞു സമീന, ഞങ്ങൾ കേട്ടു പക്ഷെ ഫഅസൈന, ഞങ്ങൾ അനുസരിക്കേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ കാരണം? വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അവരുടെ ഈ കാളക്കുട്ടി ഉണ്ടാക്കിയ കാളക്കുട്ടി ഉണ്ടല്ലോ, ആ കാളക്കുട്ടിയോടുള്ള സ്നേഹം, ഭക്തി, വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, കാളക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ ഹൃദയങ്ങളിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത്രത്തോളമായി. ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം കൊണ്ട്. എന്നാൽ ഖുൽ ബിഅസ മാ യഅ്മുറുകും ബിഹി ഈമാനുക്കും, നബിയെ നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യം വളരെ ചീത്ത തന്നെ. ഖുൽ ബിഅസ മാ യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം വളരെ മോശമാണ്. ബിത്തൗറാത്തി ഇബാദത്തുൽ ഇജ്ലി, തൗറാത്ത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം എന്താണ്? ഇബാദത്ത് എടുക്കുക പശുക്കുട്ടിക്ക്, അത് വളരെ മോശമാണ്. ഇൻ കുന്തും മുഅ്മിനീൻ ബിഹാ, തൗറാത്തിലുള്ളതിനെ നിങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. പശുക്കുട്ടി ആരാധന നടത്തുക എന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാകുന്നു. ഏകദൈവ വിശ്വാസം, അള്ളാഹുവിൻ്റെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ് ഏക നല്ല മാർഗം എന്ന് നിങ്ങൾ അവരോട് പറയൂ നബിയേ. അപ്പോൾ പശുക്കുട്ടിയെ ആരാധിക്കുക എന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടുന്നതല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഏകദൈവമായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്നതാണ്. അള്ളാഹു നൽകും ഈ ദിവ്യ സൂക്തങ്ങളിൽ വിശ്വസിച്ചിടുവാനോതുകിൽ ചൊല്ലിടും, ഞങ്ങൾക്കു തന്നോരു വേദങ്ങളെന്നിയെ മറ്റുള്ളതൊന്നുമേ സ്വീകാര്യമായി വരാ, ന്യായപ്രമാണങ്ങൾ മറ്റുള്ളതൊന്നുമേ ആചരിക്കില്ലെന്നു ശാഠ്യം തുടർന്നിടും. സത്യമാം വേദപ്രമാണം ഖുർആനെന്നു
നിങ്ങൾക്കുറപ്പു നാം നൽകുന്നു പിന്നെയും. പൂർവവേദങ്ങൾ നിരാകരിക്കാതെ നാം നവ്യമാമിയ ഖുർആൻ നൽകുന്നു മാനവ. സത്യപ്രമാണങ്ങൾ നിങ്ങൾക്കു നൽകുവാൻ ദൈവം നിയോഗിച്ച ദൂതരെ നിജമായി ഹിംസ ചെയ്തിടുവാൻ മൂലമെന്തെന്നു നീ വ്യക്തമായി ചോദിക്ക നൽകട്ടെ ഉത്തരം. നിങ്ങൾക്കു വിശ്വാസദാർഢ്യം വളർത്തുവാൻ പ്രത്യക്ഷ ദൃഷ്ടാന്തമേകിനാൽ മൂസയും. മൂസാ പ്രവാചകൻ പോയോരനന്തരം ഗോവിനെ സൃഷ്ടിച്ചു പൂജിച്ചതില്ലയോ? വേദസൂക്തങ്ങൾ സമർത്ഥിപ്പതില്ലയോ? ഗോത്രജന്മാരോടു നീതി ചെയ്തിടുവാൻ സ്വീകാര്യമല്ലയോ പൂർണ്ണമായി നിങ്ങൾക്കു വേദങ്ങളോടും പ്രമാണങ്ങളൊക്കെയും? വേദപ്രമാണം തിരസ്കരിച്ചിടുകിൽ പാരിൽ പരിഹാസപാത്രമായി തീർന്നിടും. ഉദ്ധാപനം ചെയ്തുയർത്തുന്ന വേളയിൽ ശിക്ഷയ്ക്കധീനനായി തീർന്നിടും പാപികൾ. കർമ്മത്തിനൊക്കെയും സാക്ഷിയാം രക്ഷകൻ നിങ്ങളെ സൂക്ഷ്മമാം നിരീക്ഷിച്ചു സർവദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പിഴവുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ, നല്ല കാര്യങ്ങളൊക്കെ അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ നിർവഹിച്ച് നല്ല ദിവസത്തിൽ, നല്ല സമയത്തിൽ, നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്നും രോഗമായി കിടക്കുന്ന സർവ്വരുടെ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ കൊടുക്കട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ നാഫിയായും ഓർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കൊടുത്ത് നല്ല മക്കളായി വളരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മം വരാൻ പോവുകയാണ്. ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന എല്ലാ ഹജ്ജുമ്മമാർക്കും അവരുടെ അമലുകൾ പൂർണ്ണമായും ചെയ്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ച് സുരക്ഷിതരായി മർളിയായി സിയാറത്തൊക്കെ ചെയ്ത് സുരക്ഷിതരായി അവരവരുടെ നാടുകളിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും വളരെ പെട്ടെന്ന് ആ സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.